ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് എന്താ വീഡിയോ പറഞ്ഞാൽ എൻ്റെ വീടിന് ഒരു ഗാർഡൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു വെറൈറ്റി ചെടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതെന്ന് പറയും, ഇത് നല്ല തണലത്ത് വെക്കുന്ന ചെടിയാണ്, നല്ല ഓക്സിജൻ കിട്ടുന്ന ചെടിയാണ്. ഇങ്ങനെ ബുഫെന്ന് വരും, അടിപൊളിയാണ് ഈ ചെടി. അടുത്ത ഇത് അന്തരീക്ഷത്തിലുള്ള കാർബൺ ഓക്സിജൻ ഒക്കെ വലിച്ചെടുക്കും, നല്ല ഓക്സിജൻ വരും. ഇതൊരു ഭംഗിയുള്ള പുല്ല് പോലത്തെ ചെടിയാണ്, അടിപൊളിയാണ്. ഇതും അതേപോലെ തന്നെ നല്ല ഓക്സിജൻ ചെയ്യുന്ന ചെടിയാണ്. ഇത് തെങ്ങ് പോലെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പ്ലാസ്റ്റിക് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ ഒറിജിനലാണ്. ഇത് വീട്ടിൻ്റെ അകത്തും വെക്കാം, ഉള്ളിലും വെക്കാം. ചിലവര് വീട്ടിൻ്റെ ടിവിൻ്റെ അവിടെയൊക്കെ വെച്ചത് കാണാം. ഇത് നല്ല ഹൈറ്റാവും, നല്ല കാറ്റാട് പോലെ നല്ല രസമായിട്ട് വലുതായ അടിപൊളി ചെടിയാണ്. ഇത് വീട്ടിലുണ്ടെങ്കിൽ കൊതുവിന് ശല്യം ഉണ്ടാവില്ല. ഈ ചെടീന്റെ മണത്തിൽ കൊതു വരില്ല. കാണിച്ചില്ല. ഇനി ജീവിതത്തിൽ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടാണ് കഴിക്കുന്നത്. ആൽവേറി ഉണ്ട്. ഇത് കറ്റാർ വാഴ, മണത്തിന് സൗന്ദര്യം കൂട്ടാനുള്ള ചെടി. ഇത് കറിവേപ്പില. ഇത് തക്കാളി, നല്ല ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പച്ചക്കറിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇത് പച്ചമുളക്, ഇത് വഴുതിരിങ്ങ, തക്കാളി, അതും പച്ചമുളക്. ഇത് പായൽ, നമ്മൾ വെള്ളത്തിൽ മീനൊക്കെ ഇട്ട് വെക്കുന്ന ഒരു സാധനമാണ്. വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. ഇനി അങ്ങോട്ട് പോവാ, അവിടെ കുറെ ചെടി വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി ചുവപ്പ് കളർ ചെടിയാണ്, ഭംഗിയായിട്ട് വരും. ഇത് വള്ളി പോലെ കൊറോണ പോലെ വരുന്ന ചെടിയാണ്. ഇതും ഫസ്റ്റ് കാണിച്ചത് തന്നെയാണ്. ഇത് തൊങ്ങിയിരുന്ന ചെടിയാണ് കേട്ടോ, അടിപൊളി വരുന്നതാ. ഇത് പ്ലാസ്റ്റിക് അല്ല എന്നെ പോലെ ഉണ്ടാവും, പക്ഷെ ഒറിജിനലാണ്. ഈ പ്ലാന്റ് വെള്ള കളർ അടിപൊളി ചെടിയാണിത്. ഈ പ്ലാന്റ് മുകളിലുണ്ട് കേട്ടോ, 2 ചട്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് ജമന്തി പൂവാണ്, നമ്മൾ ഓണത്തിനൊക്കെ വെക്കുന്ന പൂവാണ്. ഇതൊരു വെറൈറ്റി കടലാസ് പൂ പോലെ അടിപൊളിയാണ്. ഇത് കടലാസ് പൂ തന്നെയാണ്. ഇത് 8 മണി തെച്ചിപ്പൂവാണ്, ഗാർഡനിലൊക്കെ വലുതായി വരുന്ന ഒരു അടിപൊളി ചെടിയാണ്. ഹാങ്ങിങ് ആയി ഇട്ടിരിക്കണം.